നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്വകാര്യ ബസ് ജീവനക്കാർക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ താക്കീത്. വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറിയാൽ കർശന നടപടി. ബസ് കൺസെഷൻ ബസ്സുകളുടെ ഔദാര്യമല്ല, കുട്ടികളെ സീറ്റിൽ നിന്നും എഴുന്നേൽപ്പിക്കരുതെന്നും മന്ത്രി. ബലാത്സംഗ കേസിൽ വേടന് കുരുക്കുമുറുകുന്നു. വേടനായി ലുക്കൌട്ട് സർക്കുലർ ഇറക്കി. വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയെന്ന് പോലീസ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപമുണ്ടായ കാർ അപകടത്തിൽ പരിക്കേറ്റവരുടെ നില അതീവ ഗുരുതരം. 4 പേരും വെന്റിലേറ്ററിൽ. അന്വേഷണം തുടരുന്നു. എറണാകുളത്ത് വൻ കഞ്ചാവ് വേട്ട. 40 കിലോ കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ പിടിയിൽ. കഞ്ചാവ് കടത്ത് ഓണം ലക്ഷ്യമിട്ട്. വീട്ടിലെ പോർച്ചിൽ കിടന്ന കാറിനും ടോൾ പിരിച്ചെന്ന് പരാതി. കാർ പാലിയേക്കര ടോൾ പ്ലാസയിലൂടെ കടന്നുപോയെന്ന് കാണിച്ച് പണം നഷ്ടമായി. പോലീസിൽ പരാതി നൽകി കാർ ഉടമ. വാർത്തകൾ വിശദമായി നോക്കാം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപമുണ്ടായ കാർ അപകടത്തിൽ പരിക്കേറ്റവരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. 4 പേരും വെന്റിലേറ്ററിലാണ്. ഒരാളെ രാത്രി അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. വഴിയാത്രക്കാരായ ശ്രീപ്രിയ, ആഞ്ജനേയൻ, ഓട്ടോ ഡ്രൈവറായ സുരേന്ദ്രൻ, ഷാഫി എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടമുണ്ടാക്കിയ വട്ടിയൂർക്കാവ് സ്വദേശി വിഷ്ണുനാഥിനെതിരെ അന്വേഷണം തുടരുകയാണ്. ഇയാൾ ഡ്രൈവിംഗ് പരിശീലിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. എറണാകുളത്ത് വൻ കഞ്ചാവ് വേട്ട. 40 കിലോ കഞ്ചാവുമായി 2 വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ പിടിയിലായി. മുർഷിദാബാദ് സ്വദേശികളായ സുരോജ്, രാജു എന്നിവരാണ് പിടിയിലായത്. ട്രെയിനിൽ 3 ട്രോളി ബാഗുകളിലായാണ് കഞ്ചാവ് എത്തിച്ചത്. കൊച്ചി ഡാൻസ് ഓഫ് ടീമാണ് പ്രതികളെ പിടികൂടിയത്. ഓണം ലക്ഷ്യമിട്ടാണ് കഞ്ചാവ് കടത്തൽ. ഇടുക്കി ചൊക്രമുടി കയ്യേറ്റത്തിൽ നടപടി കടുപ്പിച്ച് റവന്യൂ വകുപ്പ്. മുൻ ദേവികുളം സബ് കളക്ടർ റദ്ദ് ചെയ്ത പട്ടയത്തിലുള്ള വിന്റർ ഗാർഡൻ റിസോർട്ട് ഏറ്റെടുക്കാൻ റവന്യൂ വകുപ്പ് നടപടി തുടങ്ങി. കനത്ത പോലീസ് സുരക്ഷയിലാണ് നടപടികൾ. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട്. പ്രിൻസ്, നടപടികൾ പുരോഗമിക്കുകയാണോ? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും നടപടികൾ പുരോഗമിക്കുവാണ്. ചൊക്രമുടിയിലെ വൻ കയ്യേറ്റത്തെ തുടർന്നുണ്ടായ നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. റവന്യൂ വകുപ്പ് തുടർച്ചയായ നടപടികൾ സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതുവരെ നിലവിൽ ഈ മേഖലയിലായി ആകെ 5 പട്ടയങ്ങളാണ് റദ്ദ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മേരിക്കുട്ടി എന്ന പേരിൽ മേരിക്കുട്ടി വാഴയിൽ ചൊക്രമുടി എന്ന മേൽവിലാസത്തിലുള്ള പട്ടയം ദേവികുളം സബ് കളക്ടർ റദ്ദ് ചെയ്ത് ഇവിടെ ഒരു വിന്റർ ഗാർഡൻ എന്ന പേരിൽ ഒരു റിസോർട്ടും പ്രവർത്തിച്ചിരുന്നു. ഈ റിസോർട്ട് ഏറ്റെടുക്കുന്ന അടക്കമുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപ് 4 പട്ടയങ്ങളിലായി 13 ഏക്കറിലധികം ഭൂമി 4 പട്ടയങ്ങളിലായി 13 ഏക്കറോളം ഭൂമിയിലാണ് ഉള്ള നടപടികളാണ് നേരത്തെ സ്വീകരിച്ചിട്ടുള്ളത്. ഈ പ്രദേശവും അനധികൃതമായി പട്ടയം സമ്പാദിച്ച് കൈവശപ്പെടുത്തിയിരിക്കുകയായിരുന്നു. ഈ പട്ടയങ്ങൾ മുൻപ് റദ്ദ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ പട്ടയങ്ങൾ, അതായത് 13 ഏക്കറോളം ഭൂമി ഏകദേശം 60 ആളുകളുടെ കൈവശമായിരുന്നു ഇരുന്നത്. ഈ ഭൂമി തിരികെ പിടിക്കുന്നതിനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചു വരികയായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരേക്കറിലധികം വരുന്ന ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളിലേക്ക് വരുന്നത്. പട്ടയം കഴിഞ്ഞ ദിവസം റദ്ദ് ചെയ്തിരുന്നു. വിവിധ രേഖകൾ, പട്ടയവുമായി സംബന്ധിച്ചുള്ള വിവിധ രേഖകൾ പരിശോധിച്ച ശേഷമാണ് ഇതിൽ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ചൊക്രമുടിയിലെ കയ്യേറ്റം, വൻകിട കയ്യേറ്റം വൻ വിവാദമായ ഒരു സംഭവമായിരുന്നു. ചൊക്രമുടി അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഭൂമിയിലെ കയ്യേറ്റം സംബന്ധിച്ച് വിവിധ ആളുകൾ കയ്യേറുകയും ആ ഭൂമി മറിച്ചു വിൽക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടാകുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും നടപടികൾ കടുപ്പിച്ചിരിക്കുന്നു. റവന്യൂ വകുപ്പ് ഇപ്പോൾ ഈ റിസോർട്ട് ഏറ്റെടുക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അനുസരി, ഇടുക്കി ചക്രമുടിയിലെ വിന്റർ ഗാർഡൻ റിസോർട്ട് ഏറ്റെടുക്കാനുള്ള നടപടികൾ റവന്യൂ വകുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. കനത്ത പോലീസ് സുരക്ഷയിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. അധിക്ഷേപ പോസ്റ്റുകളെല്ലാം പിൻവലിച്ച് വിനായകൻ. ഫേസ്ബുക്കിൽ നാളിതുവരെ പോസ്റ്റ് ചെയ്ത അധിക്ഷേപ പോസ്റ്റുകളെല്ലാമാണ് പിൻവലിച്ചത്. നേരത്തെ വിനായകനെ ബഹിഷ്കരിക്കുമെന്ന് മലയാളം പിന്നണി ഗായകരുടെ സംഘടന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പോസ്റ്റുകൾ നീക്കം ചെയ്തത്. ബലാത്സംഗ കേസിൽ വേടനായി ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി പോലീസ്. വേടൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാലാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്.
സ്വകാര്യ ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറിയാൽ കർശന നടപടിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കുട്ടികളെ രണ്ടാം തരം പൗരന്മാരായി കാണരുത്. ബസ് കൺസെഷൻ സ്വകാര്യ ബസ്സുകളുടെ ഔദാര്യമല്ല. കുട്ടികൾ ആവശ്യപ്പെട്ട സ്ഥലത്ത് ബസ് നിർത്തണം. കുട്ടികളെ സീറ്റിൽ നിന്നും എഴുന്നേൽപ്പിക്കരുതെന്നും മന്ത്രി. കോഴിക്കോട്ടെ സഹോദരിമാരുടെ കൊലപാതകത്തിൽ പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ്. സഹോദരനാണ് വയോധികരായ സഹോദരിമാരെ കൊലപ്പെടുത്തിയത്. മൊബൈൽ സിഗ്നൽ അവസാനമായി ലഭിച്ച ഫറോക്ക് പാലം ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലും ഫലം കണ്ടില്ല. തമ്പാട്ടുതാഴം സ്വദേശി പ്രമോദിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇരുവരും ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. കാസർഗോഡ് ചെറുവത്തൂരിൽ ബൈക്ക് മോഷ്ടാവ് പോലീസ് കസ്റ്റഡിയിൽ. തൃക്കരിപ്പൂർ പേക്കടം സ്വദേശി സി ഇസ്മായിലിനെയാണ് ചത്തേക്കര പോലീസ് പിടികൂടിയത്. ഇയാൾ മോഷ്ടിച്ച ബൈക്ക് ചെറുവത്തൂരിലെ ആക്രിക്കടയിൽ നിന്ന് കണ്ടെത്തി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ചോദ്യം ചെയ്യലിൽ ബൈക്ക് ആക്രിക്കടയിൽ വിറ്റതായി ഇസ്മായിൽ സമ്മതിച്ചു. വെള്ളൂർ സ്വദേശി മുസീദ് മുസ്തഫയുടെ ബൈക്കാണ് ഇയാൾ മോഷ്ടിച്ചത്. KSU പ്രവർത്തകനെ മർദ്ദിച്ച സംഭവത്തിൽ 3 DYFI CPM പ്രവർത്തകർ അറസ്റ്റിൽ. കടന്നപ്പള്ളി സ്വദേശി അഭിജിത്ത്, ചെങ്ങളം സ്വദേശി നന്ദു, വിളയാങ്കോട് സ്വദേശി സുജിത്ത് എന്നിവരെയാണ് പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച രാത്രി 8:30യോടെയാണ് ഒരു സംഘം കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ KSU സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം നൽകിയതിന്റെ പേരിലായിരുന്നു ആക്രമണമെന്നാണ് ആരോപണം. വയനാട് പുനരധിവാസത്തിനായി CPI 1.24 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. AYF സംസ്ഥാന കമ്മിറ്റി 1 കോടി രൂപയും നൽകി. ജോയിന്റ് കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ സംസ്ഥാന കൌൺസിൽ 55 ലക്ഷം രൂപയും വയനാട് പുനരുദ്ധാരണത്തിനായി കൈമാറി. വീട്ടിലെ പോർച്ചിൽ കിടന്ന കാറിനും ടോൾ പിരിച്ചതായി പരാതി. കൊച്ചി സ്വദേശിയുടെ കാർ തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിലൂടെ കടന്നുപോയി എന്ന് കാണിച്ചാണ് ഫാസ്ടാഗിലൂടെ പണം നഷ്ടമായത്. പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ട്. മുൻ ഗവൺമെന്റ് ലീഡറായ PK സജീവന് തന്റെ കാർ ഓഗസ്റ്റ് 8 ഞായറാഴ്ച രാവിലെ 8 മണിയോടെ ടോൾ പ്ലാസ വഴി കടന്നുപോയെന്ന സന്ദേശമാണ് ലഭിച്ചിട്ടുള്ളത്. ഈ സമയം സജീവൻ വീട്ടിൽ തന്നെയായിരുന്നു. ടോൾ പ്ലാസ വഴി കടന്നുപോയതിനുള്ള പണം 90 രൂപ ഈടാക്കിക്കൊണ്ടുള്ള സന്ദേശവും ഉടൻ ലഭിച്ചു. എൻ്റെ വണ്ടി പാലിയേക്കര കടന്നുപോയതായിട്ടും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 90 രൂപ കുറഞ്ഞതായിട്ടുള്ള മെസ്സേജാണ്. അത് 8/8 പാലിയേക്കര കടന്നുപോയത്. ഞാൻ അത്ഭുതപ്പെട്ട്. അപ്പോൾ ഇതെന്താണ് സംഭവം? എനിക്കറിയാമല്ലോ എൻ്റെ വണ്ടി പുറക്കാത്ത കിടക്കണമെന്നുള്ളത്. ഞാൻ അന്ന് 11 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും വീടിന് അപ്പുറവും ഇപ്പുറവും CCTV ഉണ്ട്, പോലീസിന് അന്വേഷിച്ച് കണ്ടെത്താവുന്നതാണ്. മാത്രമല്ല എൻ്റെ വണ്ടി കടന്നു പോയതിന് അവർക്കും അവിടെ തെളിവുണ്ടാകും, അവർക്കും CCTV ഉള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് എൻ്റെ മാത്രം അനുഭവമായിരിക്കില്ല, ഇത് ഒരുപാട് പേർക്ക് അനുഭവമുണ്ട്. പക്ഷേ ആരും ഈ ചെറിയ തുകയായതുകൊണ്ട് ആരും പരാതിപ്പെടാനായിട്ട് മെനക്കെടില്ല. കാരണം അതിൻ്റെ ബുദ്ധിമുട്ട്. ഇപ്പോൾ എനിക്ക് തന്നെ, ഞാനൊരു പ്രോസിക്യൂട്ടറായിരുന്ന ആളായിട്ട് പോലും പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ എൻ്റെ അനുഭവം, ജൂറിസ്ഡിക്ഷനെ സംബന്ധിച്ച് അവർ തർക്കം ഉന്നയിക്കുകയാണ് പോലീസ്. പലർക്കും സമാനമായ സന്ദേശം ലഭിക്കാറുണ്ടെന്നും തുക കുറവായതിനാൽ ആരും പരാതിയുമായി പിറകെ പോകാത്തതാണെന്നും തന്റെ അന്വേഷണത്തിൽ ബോധ്യമായതായി സജീവൻ പറയുന്നു. എന്നാൽ ഇതൊരു പൊതുപ്രശ്നമായി നിയമവഴിയിലൂടെ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് സജീവൻ വ്യക്തമാക്കി. ഈ ഇഷ്യൂ ഒരു പബ്ലിക് കോസാണ്, യാതൊരു സംശയവും വേണ്ട. ഇതിനും റിസൾട്ട് കണ്ടെത്തണം. ഈ കൊള്ള അവസാനിപ്പിക്കണം. ഇതൊരു പൊതുസമൂഹത്തെ ബാധിക്കുന്ന, എൻ്റെ സമൂഹത്തെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഇത് ചെറുതല്ല, തുകയുടെ ആസ്പെക്ട്സിൽ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഇത് ചെറുതല്ല. ഇതിന് വിദൂരവ്യാപകമായ ഒരു വലിയ ഒരു കോൺസിക്വൻസ്, അല്ലെങ്കിൽ ഒരു പ്രത്യാഘാതം ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ആസൂത്രിതമായി നടത്തുന്ന തട്ടിപ്പാണിതെന്നും ബാങ്കുകൾ ഉൾപ്പെടെ ഇതിന് കൂട്ടുനിൽക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്നും പരാതിക്കാരൻ പറയുന്നു. സജീവന്റെ പരാതിയിൽ എളമക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. മലപ്പുറത്തെ പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ച് MLA മഞ്ഞളാംകുഴി അലി. മങ്കട മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയിലെ കുഴികൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. അങ്ങാടിപ്പുറം മുതൽ കൂട്ടിലങ്ങാടി വരെയുള്ള 15 കിലോമീറ്റർ ദൂരത്തെ റോഡിന്റെ അവസ്ഥ ശോചനീയമാണ്. ഇത് കാരണം മേഖലയിൽ കടുത്ത ഗതാഗത കുരുക്കുമുണ്ടാകാറുണ്ട്. മഴ മാറി നിന്നിട്ടും റോഡ് അറ്റകുറ്റപ്പണികൾ നടത്താതായതോടെയാണ് MLAയും മറ്റ് UDF നേതാക്കളും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചത്. പത്തനംതിട്ട
കൂടലിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൂടൽ പയറ്റുവിള സ്വദേശി രാജനാണ് മരിച്ചത്. കൊലപാതകമാണെന്നാണ് സംശയം. ശരീരമാസകലം കുത്തിയിട്ടിട്ടുണ്ട്. സമീപത്ത് താമസിക്കുന്ന ബന്ധുവാണ് മൃതദേഹം കണ്ടത്. ഇന്നലെ രാത്രി സുഹൃത്തിനൊപ്പം വീട്ടിലെത്തിയതാണ് രാജൻ. അയൽവാസിയായ രാജന്റെ സുഹൃത്ത് അനിൽ ഒളിവിലാണ്. ഇവർ തമ്മിൽ പലപ്പോഴും സംഘർഷം പതിവാണെന്നും നാട്ടുകാർ പറയുന്നു. പോലീസ് അന്വേഷണം തുടരുകയാണ്. തൊടുപുഴ ഇടവെട്ടി പഞ്ചായത്തിൽ അനുമതി വാങ്ങിയ ശേഷം ആരംഭിച്ച പാറമടയുടെ പ്രവർത്തനം സമീപ പഞ്ചായത്തിലേക്ക് കടന്നുകയറിയതായി പരാതി. പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും പാറ പൊട്ടിക്കൽ നിർബാധം തുടരുകയാണെന്നും നാട്ടുകാർ പറയുന്നു. ഇതിനാൽ തന്നെ വലിയ ഭീതിയിലാണ് പ്രദേശത്തെ കുടുംബങ്ങൾ. തൊടുപുഴ ആലക്കോട് പഞ്ചായത്തിലെ 1-ാം വാർഡിലെ മിക്ക വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. സമീപത്തുള്ള പാറമടയുടെ പ്രവർത്തനം വീടുകൾക്ക് നാശനഷ്ടമുണ്ടാക്കിയെന്നാണ് പരാതി. കളക്ടർക്ക് പരാതി കൊടുത്തു, പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുത്തു. പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി ഇവിടെ വന്നപ്പോൾ ഈ പറഞ്ഞ ഈ പാറമടയുടെ ഓണറുടെ മാനേജർ വളരെ മോശമായിട്ട് അവരെ അപമാനിച്ച് ഇറക്കി വിടുകയും ചെയ്തു. അതിനുശേഷം പഞ്ചായത്ത് സെക്രട്ടറിയെ സാജൻമണി അടക്കമുള്ള ആളുകൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് പിണറായി വിജയനെ അറിയാവോ, പിണറായി വിജയനെ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയിച്ചു തരാമെന്നുള്ള രീതിയിൽ ഭീഷണിയുടെ സ്വരത്തിലാണ് ഈ പറഞ്ഞ സെക്രട്ടറിയോടും ഇവിടെ വന്ന ആളുകളോടും പെരുമാറിയിട്ടുള്ളത്. പാറമടയ്ക്ക് അനുമതി ലഭിച്ചിരുന്നത് ഇടവെട്ടി പഞ്ചായത്തിലാണ്. എന്നാൽ സമീപ പഞ്ചായത്തായ ആലക്കോട് പഞ്ചായത്തിലും പാറ പൊട്ടിക്കുന്നതായാണ് പരാതി. സമീപത്ത് ആൾതാമസമുള്ള വീടുകളുണ്ടെങ്കിൽ നിശ്ചിത ദൂരം പാലിച്ച് മാത്രമേ പാറ ഖനനം ചെയ്യാവൂ. എന്നാൽ പ്രദേശത്ത് നിയമം പൂർണ്ണമായും ലംഘിച്ചിരിക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. പാറമട ഉടമയ്ക്ക് ആലക്കോട് പഞ്ചായത്ത് കഴിഞ്ഞ മാസം 31-ന് സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും പാലിക്കപ്പെട്ടില്ലെന്നും ആരോപണമുണ്ട്. മൈനിങ് ആൻഡ് ജിയോളജി, പോലീസ്, സംസ്ഥാന പരിസ്ഥിതി ആഘാത പഠന സമിതി, ജില്ലാ കളക്ടർ തുടങ്ങി പലയിടങ്ങളിൽ പരാതി നൽകിയെങ്കിലും ഇല്ലാത്തത് നടപടി മാത്രം. ഇവിടെ ഈ പാറമടയെ ബന്ധപ്പെട്ട് ഇവിടെ അടുത്ത പ്രദേശത്ത് ഈ പാറമടയോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരു 7ഓളം കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളുടെ അവരുടെ സ്വൈര്യ ജീവിതത്തിനും അവർക്ക് ജീവിക്കാനുള്ളൊരു അവസരവും ഉണ്ടാവണം. അതുപോലെ തന്നെ ഇവിടെ ഈ വഴിയുടെ അവസ്ഥ നമുക്ക് നോക്കിയാൽ കാണാം. അപ്പം നിലവിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ പാറമടയുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാറമട നിയമവിരുദ്ധമായി നടത്തുന്ന എല്ലാ ഇടപാടുകളും തടഞ്ഞുകൊണ്ട് ഇത് നിയമപരമായി പ്രവർത്തിക്കുന്ന തരത്തിൽ മാത്രമേ ഈ പാറമട ഇനി തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുള്ളൂ. കുട്ടികളും കിടപ്പ് രോഗികളും വൃദ്ധരും ഉൾപ്പെടെ വലിയ ആശങ്കയിലാണ് ഇവിടെ കഴിയുന്നത്. അധികാരികൾ എത്രയും വേഗം വിഷയത്തിൽ ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കാലപ്പഴക്കത്തിൽ ചോർന്നൊലിക്കുന്ന വീടുകൾക്കുള്ളിൽ ദുരിത ജീവിതം നയിക്കുകയാണ് കട്ടപ്പന ശിവലിംഗ ഉന്നതിയിലെ കുടുംബങ്ങൾ. വർഷങ്ങൾക്ക് മുൻപ് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെ നിർമ്മിച്ച വീടുകൾക്ക് അറ്റകുറ്റപ്പണികൾക്കായി പട്ടികവർഗ വികസന വകുപ്പ് ധനസഹായം നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. പട്ടികവർഗ വികസന വകുപ്പ് നൽകിയ 1.25 ലക്ഷം രൂപയും കൂലിവേല ചെയ്ത് സ്വന്തമായി കണ്ടെത്തിയ ചെറിയ തുകകളും ചേർത്താണ് കട്ടപ്പന ശിവലിംഗ ഉന്നതിയിലെ കുടുംബങ്ങൾ വീടുകൾ നിർമ്മിച്ചത്. 50-ലധികം കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. കാലപ്പഴക്കത്തിൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഭിത്തികൾക്ക് വിള്ളൽ വീഴുകയും കോൺക്രീറ്റ് ഭാഗം ചോർന്നൊലിക്കുകയും ചെയ്യുന്നു. മഴ ശക്തമായ ദിവസങ്ങളിൽ വീടിനുള്ളിൽ കിടന്നുറങ്ങാൻ കഴിയുന്നില്ലെന്ന് ഇവർ പറയുന്നു. എൻ്റെ വീട് നിന്ന് ഭയങ്കര ചോർച്ചിലാണ്. മഴ പെയ്താൽ മൊത്തം കിടക്കാൻ പറ്റത്തില്ല. എത്ര വർഷമായിട്ട് നിങ്ങൾ അപേക്ഷ കൊടുത്ത് മടുത്തിരിക്കുകയാണ്. പ്രശ്നം വീടിൻ്റെ പ്രശ്നം ഭയങ്കര ചോർച്ചിൽ, കാട്ടിൽ നിന്ന് വന്നിട്ട് കിടക്കാൻ പറ്റത്തില്ല. ഭയങ്കര ചോർച്ചില, കഞ്ഞി വയ്ക്കാൻ പാടാം. അതുകൊണ്ട് കിടക്കാനും മേല. അപേക്ഷ കൊടുത്തിട്ട് അവർ ഇതിന്റെ ഫണ്ടില്ലെന്നാ പറഞ്ഞത്. മിക്ക വീടുകൾക്ക് മുകളിലും ടാർപോളിനും പ്ലാസ്റ്റിക്കും വലിച്ചു കെട്ടിയാണ് കഴിയുന്നത്. കുട്ടികളുടെ പഠനോപകരണങ്ങൾ ഉൾപ്പെടെ മഴയത്ത് നനഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടെന്നും വീടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് സർക്കാർ സഹായം നൽകണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. സഞ്ചാരികളുടെ മനം കവർന്ന് പത്തനംതിട്ട റാന്നിയിലെ മാടത്തെരുവി വെള്ളച്ചാട്ടം. മഴക്കാലമായതോടെ നിറഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യഭംഗി ആസ്വദിക്കാൻ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. സുരക്ഷിതമായി വെള്ളത്തിലിറങ്ങി കുളിക്കാമെന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രകൃതി ഒരുക്കി നൽകിയ മനോഹര കാഴ്ചയാണ് റാന്നിയിലെ മാടത്തെരുവി വെള്ളച്ചാട്ടം. മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനായി പ്രദേശവാസികൾക്ക് പുറമെ അയൽ ജില്ലയിൽ നിന്നുപോലും നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. അപകട സാധ്യത കുറവാണെന്നതാണ് ഈ സ്ഥലത്തിന്റെ പ്രധാന ആകർഷണം. പാറയിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളത്തിലെ കുളിയും അവിസ്മരണീയമാണ്. സുരക്ഷിതമായി വെള്ളത്തിലിറങ്ങാമെന്നതിനാൽ കുടുംബമായി ഇവിടേക്ക് എത്തുന്നവരും നിരവധിയാണ്. കുടുംബമായിട്ടൊക്കെ വരാൻ പറ്റിയ നല്ലൊരു വെള്ളച്ചാട്ടമാണ്. വലിയ തിരക്കൊന്നുമില്ല. പിന്നെ വലിയ അപകടമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള
പ്രദേശമാണ്. വെള്ളത്തിലിറങ്ങാതെ വെറുതെ വന്നിരിക്കാനും നിരവധി സഞ്ചാരികൾ ഇവിടേക്ക് എത്താറുണ്ട്. വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള പാറകളും വൃക്ഷങ്ങളും പ്രദേശത്തെ മനോഹരമാക്കുന്നു. കൂടുതലും യുവാക്കളാണ് ഇവിടേക്ക് എത്തുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. മലിനജലത്തെ ഫലപ്രദമായി സംസ്കരിക്കാൻ പാലക്കാട് തൃത്താല മണ്ഡലത്തിൽ സോക്ക് പിറ്റ് സംവിധാനമൊരുങ്ങി. മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സുസ്ഥിര തൃത്താലയുടെ ഭാഗമായാണ് പദ്ധതി ആവിഷ്കരിച്ചത്. പൊതുയിടങ്ങളിലെ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് ബിന്നുകൾ സ്ഥാപിക്കുന്നതിനും തുടക്കമായി. തൃത്താല മണ്ഡലത്തിൽ മലിനജലത്തെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സോക്ക് പിറ്റ് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. ഇതോടൊപ്പം പൊതുയിടങ്ങളിലെ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് ബിന്നുകൾ സ്ഥാപിക്കുന്നതിനും തുടക്കമിട്ടു. നിശ്ചിത വീടുകളെ കമ്മ്യൂണിറ്റികളായി തിരിച്ച് അടുക്കള, കുളിമുറി എന്നിവിടങ്ങളിൽ നിന്നുള്ള മലിനജലം കമ്മ്യൂണിറ്റി സോക്ക് പിറ്റിൽ സംസ്കരിക്കും. സോക്ക് പിറ്റിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നതിലൂടെ മാലിന്യങ്ങൾ മണ്ണിലൂടെ സ്വാഭാവികമായി ഫിൽട്ടർ ചെയ്യപ്പെടും. പരിസ്ഥിതി മലിനീകരണം കുറച്ച് ശുചിത്വം നിലനിർത്തുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടം പൂർത്തിയായ പദ്ധതിയുടെ ഉദ്ഘാടനവും മാലിന്യശേഖരണ ബിന്നുകളുടെ വിതരണവും തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. മൂന്നാമത്തെ കാര്യം ശുചിത്വമാണ്. നമ്മൾ ലേശം പിന്നിലുണ്ടെങ്കിൽ അത് ആ കാര്യത്തിലാണ്. ബാക്കിയുള്ള കാര്യത്തിലൊക്കെ നല്ല മാതൃകയാണ്, നല്ല അംഗീകാരമൊക്കെ കിട്ടി. ഇത് പക്ഷേ അത്രത്തോളം ആയിട്ടില്ല. ഉള്ളതുപോലെ പറയണല്ലോ, ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ അത്രമാത്രം ആയിട്ടില്ല. അതുകൊണ്ടാണ് ഒരു പ്രത്യേക ഇടപെടൽ നടത്തണം തീരുമാനിച്ചത്. ഹരിതകർമ്മസേനക്കാർ ഇവിടെ ഉണ്ട്. അവരെ പിന്നെ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. സുസ്ഥിര തൃത്താലയുടെ ഭാഗമായാണ് ദ്രവമാലിന്യ സംസ്കരണത്തിനായി കമ്മ്യൂണിറ്റി സോക്ക് പിറ്റ് പദ്ധതി ഒരുക്കിയത്. തൃത്താല, ചാലിശ്ശേരി, നാഗലശ്ശേരി പഞ്ചായത്തുകളിൽ കമ്മ്യൂണിറ്റി സോക്ക് പിറ്റ് സംവിധാനം പൂർത്തീകരിച്ചു. വീടുകളിൽ സ്ഥലപരിമിതി ഉള്ളതിനാലാണ് കമ്മ്യൂണിറ്റി സോക്ക് പിറ്റുകൾ സ്ഥാപിച്ചത്. മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്തുകളിലായി തെരഞ്ഞെടുത്ത 75 കേന്ദ്രങ്ങളിലാണ് ബിന്നുകൾ സ്ഥാപിക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വിളയൂരിൽ 1.5 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം പണി കഴിപ്പിച്ചത്. മുഹമ്മദ് മുഹസിൻ MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 ഘട്ടങ്ങളായി 1.50 കോടി രൂപ വിനിയോഗിച്ചാണ് വിളയൂർ ബഡ് സ്കൂൾ നിർമ്മിച്ചത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഒന്നാണ് വിളയൂരിലേത്. ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും ചേർന്നാണ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ബഡ്സ് സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ഭിന്നശേഷി സൗഹൃദമാകണമെന്ന് ആഹ്വാനം ചെയ്യുമ്പോഴും സമൂഹത്തിൽ ഭിന്നശേഷിക്കാരോടുള്ള മനോഭാവത്തിലും സമീപനത്തിലും മാറ്റം വരണമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. പാർക്കുകൾ, ലൈബ്രറികൾ എല്ലാം ഭിന്നശേഷി സൗഹാർദ്ദപരമാക്കണം എന്ന് പറയുമ്പോൾ തടസ്സരഹിത കേരളത്തിന്റെ ഭാഗമായി കെട്ടിടങ്ങളും പൊതുവിടങ്ങളും മാത്രമല്ല മനോഭാവങ്ങളിലും മാറ്റം സൃഷ്ടിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. സമൂഹത്തിൽ ഭിന്നശേഷിക്കാർക്ക് നേരെയുള്ള മനോഭാവത്തിലും സമീപനത്തിലും മാറ്റമുണ്ടാകണം. അവർക്ക് ഒന്നാമത് പരിഗണന കൊടുക്കണം. ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ സ്കിൽ എൻഹാൻസ്മെന്റ്, വൈദഗ്ധ്യ പോഷണത്തിനും തൊഴിലുൽപാദനപരമായ പ്രവർത്തനങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിനുമെല്ലാം സാമൂഹ്യനീതി വകുപ്പ് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. 4 കെട്ട് രൂപത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള കെട്ടിടത്തിൽ കുട്ടികൾക്കായുള്ള കൗൺസിലിംഗ് റൂം, ക്ലാസ് മുറികൾ, സെൻസറിംഗ് റൂം, ഓഫീസ് റൂം, പാചകപ്പുര, ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകൾ, ഹാൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. പട്ടാമ്പി മണ്ഡലത്തിൽ മുഹമ്മദ് മുഹസിൻ MLA-യുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഡിജിറ്റൽ വിദ്യാഭ്യാസ മുന്നേറ്റമായ ശ്രദ്ധ പദ്ധതിയുടെ വെബ്സൈറ്റ് ലോഞ്ചിങ്ങും മന്ത്രി നിർവഹിച്ചു. ന്യൂസ് 18 പാലക്കാട്. കൊപ്പം പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടമൊരുങ്ങുന്നു. പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനാണ് ചുമതല. 3 കോടി രൂപ ചെലവിൽ 2 നിലകളിലായി ആധുനിക സജ്ജീകരണങ്ങളോടെയാണ് നിർമ്മാണം. 2027 സംസ്ഥാന ബജറ്റിലാണ് കൊപ്പം പോലീസ് സ്റ്റേഷൻ തുടങ്ങാൻ അനുമതിയായത്. ഇതിനായി 3 കോടി രൂപ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. വർഷങ്ങളായുള്ള ആവശ്യമാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ വിഭജിച്ച കൊപ്പത്ത് സ്വന്തമായി ഒരു പോലീസ് സ്റ്റേഷൻ വേണമെന്നുള്ളത്. തുടർന്ന് 2018 താൽക്കാലിക വാടക കെട്ടിടത്തിൽ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു. കാത്തിരിപ്പിനൊടുവിൽ സ്ഥലം കണ്ടെത്തിയതോടെയാണ് ഇപ്പോൾ സ്വന്തമായുള്ള പോലീസ് സ്റ്റേഷൻ നിർമ്മാണം ആരംഭിച്ചത്. കൊപ്പം വളാഞ്ചേരി പാതയിലെ പുലാശ്ശേരി LP സ്കൂളിന് മുൻവശത്തെ 50 സെന്റ് സ്ഥലത്താണ് 2 നിലകളിലായി പോലീസ് സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കുക. കൊപ്പം പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമായി. അതിനു കൂടെ നല്ലൊരു കെട്ടിടം, വെറുമൊരു കെട്ടിടമല്ല. ഇന്ന് കേരളത്തിലൊരു പോലീസ് സ്റ്റേഷൻ, ആ പോലീസ് സ്റ്റേഷനുള്ള സൗകര്യങ്ങൾ
അത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളുള്ള പോലീസ് സ്റ്റേഷനായിട്ട് കൊപ്പം പോലീസ് സ്റ്റേഷൻ മാറും. കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. 2 നിലകളിലായി എല്ലാ സജ്ജീകരണങ്ങളും ആധുനിക സംവിധാനത്തിൽ ഒരുക്കിയാവും പണി പൂർത്തീകരിക്കുക. യാഥാർത്ഥ്യമാകുന്നതോടെ നിലവിൽ താൽക്കാലിക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷന് സ്വന്തമായി കെട്ടിടം ലഭിക്കും. കൊപ്പം, കുലുക്കല്ലൂർ, വിളയൂർ, തിരുവേഗപ്പുറ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് കൊപ്പം പോലീസ് സ്റ്റേഷൻ. ന്യൂസ് 18 പാലക്കാട്. 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോഴിക്കോട്ടെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ NSS യൂണിറ്റുകൾ വോട്ടർ രജിസ്ട്രേഷൻ ഡ്രൈവ് സംഘടിപ്പിച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഡ്രൈവ് സംഘടിപ്പിച്ചത്. വോട്ടർ രജിസ്ട്രേഷൻ ബോധവൽക്കരണ ക്യാമ്പയിനും നടത്തി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്ത മുഴുവൻ വിദ്യാർത്ഥികളുടെയും പേര് 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് ഡ്രൈവ് സംഘടിപ്പിച്ചത്. തിരഞ്ഞെടുപ്പിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉയർത്തുക, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ പദ്ധതി. കോഴിക്കോട് ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ NSS യൂണിറ്റുകളാണ് ഡ്രൈവിന് നേതൃത്വം നൽകിയത്. ഓമശ്ശേരി തേച്ചിയാട് അൽ ഇർഷാദ് വിമൻസ് കോളേജിലെ NSS യൂണിറ്റും ഇലക്ഷൻ ലിറ്ററസി ക്ലബ്ബും സംയുക്തമായി ഓമശ്ശേരി ടൗണിൽ വോട്ടർ ബോധവൽക്കരണം നടത്തി. കോഴിക്കോട് പ്രൊവിഡൻസ് വിമൻസ് കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കോളേജിൽ വോട്ടർ പട്ടികയിൽ വിദ്യാർത്ഥികൾക്ക് പേര് ചേർക്കാൻ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. വിദ്യാർത്ഥികളിൽ സജീവ പൗരബോധവും ജനാധിപത്യത്തെക്കുറിച്ചുള്ള ബോധവും വളർത്തുന്നതിനായി ജില്ലയിലെ NSS വിദ്യാർത്ഥികൾക്കായി മോക്ക് പാർലമെന്റ് ഓഗസ്റ്റ് 12 നടത്തുമെന്ന് ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ ഗോപിക ഉദയൻ അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. ബാലരാമപുരം ഐത്തിയൂർ തെങ്കരക്കോണം സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിലെ ഇടവക തിരുനാളിന് കൊടികയറി. തിരുനാൾ 15-ന് സമാപിക്കും. ഇടവക വികാരി ഫാദർ ബിജോയ്, റവറന്റ് ഡോക്ടർ പ്രഭീഷ് ജോർജ് മേക്കരിക്ക് കൊടിയുയർത്തി. കോവളം നിയോജക മണ്ഡലത്തിലെ MLA വിൻസെന്റ് ബാലരാമപുരം, പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷ്വാമില ബീവി, മുൻ വാർഡ് മെമ്പർ അർഷാദ് എന്നിവർ സന്നിഹിതരായിരുന്നു. സൺഡേ സ്കൂൾ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചവറ വികാസിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പടവുകൾ 2025 സംഘടിപ്പിച്ചു. കൊല്ലം ജില്ലയിലെ +2 പരീക്ഷയ്ക്ക് 1200-ൽ 1200 മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കും അനുമോദനം ഏർപ്പെടുത്തി. ഡോക്ടർ KB സെൽവമണി, സനൽ വെള്ളിമൺ എന്നിവർ സംസാരിച്ചു. വിവിധങ്ങളായ എൻഡോമെന്റുകൾ, വിദ്യാഭ്യാസ ധനസഹായം എന്നിവയും വിതരണം ചെയ്തു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9375, പവന് 75,000. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7745, പവന് 61,960. വെള്ളി ഗ്രാമിന് 125, കിലോ 1,25,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.